ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കൽബയിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് അതിരാവിലെ ഇറങ്ങി കേട്ടോ. ഒരു 7:30 ആകുമ്പോഴേക്കും അവിടെ എത്താൻ പാകത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല അടിപൊളി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വെതറാണ് ഇപ്പോൾ UAE. അതുകൊണ്ട് ഇത്തരം യാത്രകൾക്കൊക്കെ പറ്റിയൊരു സമയമാണിത്. കൽബയിലാകുമ്പോൾ നമുക്കൊരു ഫുൾ ഡേ ചിലവഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹാങ്ങിങ് ഗാർഡനാണ്. ഇത് ഓപ്പണായിട്ട് ഒത്തിരി നാളായി, പക്ഷേ നമ്മൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല ചൂടായിരുന്നല്ലോ. ഇപ്പോഴാണ് വെതറൊന്ന് അനുകൂലമായിട്ട് വന്നത്. ശരിക്കും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പല തരത്തിലുള്ള പൂക്കളും ഏകദേശം 100,000-ലധികം മരങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ ഒന്നുകിൽ രാവിലെ നേരത്തെ വരിക, എന്നിട്ട് ഒരു 10 മണിയൊക്കെ ആകുന്നതോടുകൂടി ഇവിടുന്ന് ഇറങ്ങാൻ പാകത്തിൽ വരിക. അതല്ല എങ്കിൽ ഉച്ച കഴിഞ്ഞ് വരിക. കാരണം ഡേ ടൈമിൽ നല്ല തണുപ്പുള്ള സമയമാണെങ്കിലും വെയിലിന് ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി സ്റ്റെപ്പ് അതിമനോഹരമായിട്ട് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ കയറി പോകാം. പിന്നെ ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. ഈ മൗണ്ടൻ മുഴുവൻ നമ്മളെ ചുറ്റിക്കാണിക്കുന്ന ഒരു ചെറിയ ട്രെയിൻ സർവീസ് കേട്ടോ. എനിക്ക് തോന്നുന്നു 50 സീറ്റ്സ് എങ്ങാനാണ് അതിലുള്ളത്. പിന്നെ ഈ ഒരു ഗാർഡൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർഫാളാണ്. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും അതിമനോഹരമാണിത്. 2 മൗണ്ടൻസ് ആയിട്ടാണ് ഇതുപോലെ ഗാർഡൻസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു മൗണ്ടൻ ക്ലൈംബ് ചെയ്തു, കുട്ടികൾ അപ്പുറത്തെ മൗണ്ടനിലും ക്ലൈംബ് ചെയ്തു. പോകുന്ന വഴിക്ക് ഇതുപോലെ പലതരം പല വിഭാഗത്തിൽപ്പെട്ട പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. ബോഗൺവില്ലയൊക്കെ ഒരു വല്ലാത്ത, എപ്പോഴും ഈ നമ്മൾ മൗണ്ടൻ ഏരിയയിലേക്ക് പോകുമ്പോൾ പൂക്കൾക്കൊരു കളർ കൂടുതലാണ്. ഇവിടെയും അത് തന്നെ. അതിമനോഹരമായ ലൊക്കേഷൻ. എത്ര സമയം വേണമെങ്കിലും നമുക്കിതിലൂടെ നടക്കാം. വാക്ക് വേസ് അതുപോലെ മനോഹരമായിട്ട് പണിത് വെച്ചിരിക്കുന്നു. ഇവിടെ നിന്നുള്ള മൗണ്ടൻസിൻ്റെ വ്യൂ അത് പറയാതെ വയ്യ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നു. പ്രായമായെങ്കിലും അമ്മ പതുക്കെ മലയൊക്കെ കയറി എല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളും അതുപോലെ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് കോഫിയോ ഒക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്. പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരത്തെ ഇവിടെ എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ 5 ദിർഹം എൻട്രി ഫീ ഉണ്ട്. കൽബയിലേക്ക് വരുവാണെങ്കിൽ ഈ ഹാങ്ങിങ് ഗാർഡൻ മാത്രമല്ല കേട്ടോ. കൽബയിൽ മാൻഗ്രോവ്സ് ഉണ്ട്, അതുപോലെ കോർണിഷ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് കോർഫക്കാൻ നിയറാണ്. ഇവിടെ ഒരു മൗണ്ടൻ കൺസർവേഷൻ സെൻറ്റർ ഉണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഒരു ദിവസം ഒരു ഫുൾ ഡേ ഔട്ടിങ്ങിന് പറ്റിയ ഒരു ലൊക്കേഷനാണ് കൽബ. കണ്ടോ, നമ്മൾ ഈ മല കയറി മുകളിലെത്തിയപ്പം ഇവിടെ തന്നെയാണ്, മെയിൻ റോഡിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് എൻട്രൻസ് ഇല്ല. ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത മൗണ്ടനിലേക്കുള്ള ഈ ഒരു വാക്ക് വേ ഉണ്ട്. ഇത് നടന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നേരത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത് കേട്ടോ. ഇതിൻ്റെ ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോയെന്നറിയില്ല, കാരണം നമ്മൾ രാവിലെ ആണല്ലോ വന്നത്. കണ്ടില്ലേ, നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,00,000-ലധികം പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അപ്പം നമുക്കിവിടുത്തെ മറ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഹാങ്ങിങ് ഗാർഡനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഡാമുണ്ട്. ഇവിടെ
ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മനോഹരമായ നടപ്പാതയും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഡാമിൽ ധാരാളമായിട്ട് പലതരം പക്ഷികളെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ആഫ്റ്റർനൂൺ ആണ് വരുന്നവർക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. കാരണം നമ്മൾ ചെന്ന സമയത്ത് അവിടെ സർവീസ് കണ്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു മൗണ്ടൻ കൺസർവേഷൻ സെൻറ്ററിലേക്കാണ്. നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നു പറഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ആനിമൽസിനെ കാണാൻ സാധിക്കും. ഒത്തിരി ആനിമൽസ് ഒന്നുമില്ല. ഇവിടെ തന്നെയുള്ള ഒരു ഏകദേശം 30-30 സ്പീഷീസോളം ആനിമൽസ് ഉണ്ട് ഇവിടെ. പക്ഷേ ചിലതിനൊന്നും പകൽ സമയമായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അറേബ്യൻ ലെപ്പേർഡാണ്. ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ്. പക്ഷേ ഇതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് വളരെ അടുത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ജസ്റ്റ് 15 ദിർഹമേ ഉള്ളൂ. ഇത് സീനിയർ സിറ്റിസണിന് ഫ്രീയുമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ കോർണിഷിലേക്കാണ് പോയത്. പക്ഷേ നട്ടുച്ചയായിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് നമ്മൾ കോർണിഷിൽ അധിക സമയം ചിലവഴിച്ചില്ല. നമ്മൾ കടലിൻ്റെ മനോഹാരിതയൊക്കെ കുറച്ച് സമയം ഒന്ന് ആസ്വദിച്ച് നേരെ കോർഫക്കാനിലേക്ക് വിട്ടു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കോർഫക്കാനിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മുമ്പ് നമ്മളിവിടെ വരുന്ന സമയത്ത് അവിടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ കോർഫക്കാൻ ബീച്ചിലേക്ക് വിട്ടു. ബീച്ച് നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ പോയ സമയത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇപ്പം ബീച്ചൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ ദിവസം വേലിയേറ്റ സമയമായതുകൊണ്ട് ബോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുപോലെ പാരഗ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈവനിങ് നല്ല ഒരു ദിവസം നോക്കി വരുന്നവർക്ക് ഇത് വളരെ നല്ലൊരു ബീച്ചാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് സമയം ആദ്യം ഞാനും കൂടി കടലിലൊക്കെ ഒന്ന് കളിച്ചു. പിന്നീട് നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ കൽബ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്കൊരു ഫുൾ ഡേ ഔട്ടിങ് ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം പ്ലാൻ ചെയ്യണമെങ്കിൽ. ഇത് കൂടാതെ തന്നെ പലയിടത്തും കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകളും ഗെയിമിംഗ് സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കൽബ ഒരു ബെസ്റ്റ് ലൊക്കേഷനാണെന്ന് പറയാം. അപ്പോൾ ഇനി ഒരു അവധി കിട്ടുമ്പോൾ തീർച്ചയായും എല്ലാവരും കൽബയോ കോർഫക്കാനോ ഒക്കെ ചൂസ് ചെയ്യുക. അവിടെ ഒത്തിരി എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.